ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്നും അന്വേഷണവും നടപടിയും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിൽ ഉയർന്നു കേട്ട ഒരു പേര് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു. അയാൾക്കെതിരെയായിരിക്കും നടപടി വരിക എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ച് നിമിഷം മുൻപ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നതോ അതിൽ പറഞ്ഞത് സ്വർണ്ണപ്പാളി വിവാദത്തിൽ പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർണം ചെമ്പാക്കിയ വിവാദ ഉത്തരവിറങ്ങിയ കാലയളവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുരാരി ബാബു. പറഞ്ഞത് ദ്വാരപാലക ശില്പങ്ങളിൽ 2019 ചെമ്പ് തെളിഞ്ഞപ്പോഴാണ് സ്വർണം പൂശിയത് എന്നാണ്. മേൽക്കൂരയിൽ മാത്രമാണ് വിജയ് മല്യ നൽകിയ സ്വർണ്ണപ്പാളി ഉള്ളത്. കൈമാറിയത് ചെമ്പ് പാളി ആയതിനാലാണ് ആ രേഖകളിൽ ആ ഉത്തരവിലൊക്കെ അങ്ങനെ എഴുതിയത് എന്നുമാണ് നിലവിലെ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറായ മുരാരി ബാബു മാധ്യമങ്ങളോട് പറയുന്നത്. ചെമ്പിൻ്റെ പുറത്ത് സ്വർണം പൂശിയിരുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ അത് ചെമ്പ് തെളിഞ്ഞത് കൊണ്ടാണ് അത് വീണ്ടും പൂശാൻ കൊടുക്കുന്നത്. അല്ലാതെ നേരത്തെ റിപ്പോർട്ടിൽ വന്നതുപോലെ സ്വർണ്ണപ്പാളിയല്ല. ഞാനൊരു റിപ്പോർട്ട് കൊടുത്തെങ്കിൽ തന്നെ അതിൻ്റെ സ്മിത്ത് അടക്കമുള്ള ആളുകൾ പരിശോധിച്ചിട്ടാണ് ഇത് ചെമ്പാണോ അല്ല പൂശേണ്ടത് ആവശ്യമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതെല്ലാം നടക്കുന്നത് തിരുവാഭരണ കമ്മീഷണറുടെ നേതൃത്വത്തിൽ തിരുവാഭരണ കമ്മീഷണർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ്. അവർ വന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഇത് 2019 ഇളക്കിയെടുത്തുകൊണ്ട് പോകുന്നത്. ഇളക്കിയെടുത്തുകൊണ്ട് പോകുന്ന സമയം 2019 ജൂലൈ മാസത്തിലാണ്. ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല. ഞാൻ ചാർജ് മാറി, പുതിയ ആളിന് ചാർജ് കൊടുത്തു. ആ ചാർജ് കൊടുക്കുമ്പം അദ്ദേഹത്തിന് ആ ഇളക്കുന്ന സമയത്താണ് അതിൻ്റെ ഭൗതിക പരിശോധന പൂർണ്ണമായി സാധ്യമാകുന്നത്. ഒരു സാധനം അതിൻ്റെ ആ കവറിങ് ഇളക്കിയെടുക്കുമ്പോൾ സ്മിത്ത് അവിടെയുണ്ട്, അവർ നോക്കുന്നു, അത് എന്താണെന്ന് പരിശോധിച്ചൊക്കെയാണ് കൊടുത്തു വിടുന്നത്. അല്ലാതെ ആദ്യമേ ഞാൻ കൊടുത്ത ഒരു റിപ്പോർട്ടിനകത്ത് അതിനകത്ത് ചെമ്പ് പാളികളെന്ന് എഴുതാനുള്ള കാരണം തന്ത്രി അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർണം പൂശിയത് തെളിഞ്ഞ് ചെമ്പായിട്ടുള്ളത് വീണ്ടും പൂശാൻ അനുവദിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ആ ചെമ്പ് പാളികൾ പൂശണമെന്നാണ് എഴുതിയിരിക്കുന്നത്.